കുന്നംകുളത്ത് ഭാഗത്ത് പടച്ചവനെ അഷ്റഫ് ഹാജി എന്ന് പറയുന്ന ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇന്നലെ ഉമ്മയുടെ ആണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ഉമ്മയുടെ ആണ്ടായിരുന്നു. സാധാരണ സമ്പന്നന്മാരെന്ന് പറഞ്ഞാ നമുക്കൊരു ചിന്തയുണ്ടോ? ആ മനുഷ്യൻ തന്റെ മകളുടെ വിവാഹം, തന്റെ മകന്റെ വിവാഹത്തിന് 250 പവൻ സ്വർണം കൊടുത്തിട്ടാ പെൺകുട്ടികളെ കെട്ടിച്ചത്. എന്നോട് ഇന്നലെ വിളിച്ചു, ഉസ്താദേ ഉമ്മയുടെ ആണ്ടാണ്, ദുആ ചെയ്യാൻ വരണം, എനിക്കൊരു പരിചയമില്ല. പടച്ചവനെ, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ എന്നെ കൊണ്ടുപോകുന്ന സഹോദരൻ പള്ളിയുടെ ഖബർസ്ഥാനിലും നിർത്തി, എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഈ മതിലിന്റെ പുറത്തു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഖബർ. സഹോദരാ, കണ്ടപ്പോ വല്ലാത്ത അത്ഭുതം തോന്നിയടോ. ആ സഹോദരന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോ ഒരു ഖബർ കാണിച്ചു, ഇതിനകത്താണ് ഉപ്പ കിടക്കുന്നത്, ഉമ്മ കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്തേ ഇങ്ങനെ പന്തല് കെട്ടിക്കിട്ടിരിക്കുന്നത്, സീറ്റ് കെട്ടിക്കെട്ടി ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്? ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമ്മ മരിച്ചിട്ട് 3-ാമത്തെ ആണ്ടാ, ഇന്ന് വരെ ഒരു ദിവസം പോലും ഖുർആൻ ഓതിയത് മുടക്കിയിട്ടില്ല. 3 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ആ ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് 5 വഖത്ത് നിസ്കാരത്തിലും 3 വഖത്ത് നിസ്കാരത്തിന് സമയത്ത് ആ ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് അതാ 3 കൊല്ലമായിട്ട് മുടങ്ങാതെ ഖുർആൻ ഓതുകയാ. പടച്ചവനെ, എന്തൊരു അത്ഭുതമെന്നറിയുമോ? ശൈഖ്സാദ് പള്ളിയിൽ ചെല്ലുമ്പോ നമ്മൾ കാണാറുണ്ട് അവിടെ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത്. 3 കൊല്ലമായിട്ട് പടച്ചവനെ ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ പടച്ചവനെ പന്തല് കെട്ടിയിട്ട് ഖുർആൻ പാരായണം നടക്കുകയാ. ചോദിച്ചപ്പോ പറഞ്ഞത്, റബ്ബേ, ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഖബറാളികൾ എത്ര ഭാഗ്യവാന്മാരാടോ. ഖുർആനിനോട് വല്ലാത്ത സ്നേഹമാടോ. ചിലർക്ക് ഖുർആനിനോട് വല്ലാത്ത സ്നേഹമാ. അല്ലാഹുവേ, ആ മാതാപിതാക്കളുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി ഒരു ഫാത്തിഹ പോലും ഓതാൻ സമയമില്ലാത്ത മക്കളുടെ കാലത്താ പണം വരുമ്പോ, അധികാരം വരുമ്പോ, സ്ഥാനമാനങ്ങൾ വരുമ്പോ മക്കളെ മറന്നു പോകുന്നവര് പഠിക്കേണ്ട ചരിത്രമാണോ? നിങ്ങളുടെ പരിസരമല്ലേ, ആർക്ക് വേണമെങ്കിലും പടച്ചവനെ, കോക്കൂരെന്ന് പറയുന്ന സ്ഥലം ഇവിടെ അടുത്താണല്ലോ, ആർക്ക് വേണമെങ്കിലും പോയി കാണാമടോ. ഞാൻ പറഞ്ഞത് ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കൂ. ജീവിതത്തിൽ മാറ്റം വരണേ. പെങ്ങളെ, സിനിമയും സീരിയലും ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങിക്കോ. സീരിയലിന്റെ നടിമാരെ മുഴുവനും കളയൂ, സിനിമാ താരങ്ങളെ മുഴുവനും കളയൂ.